എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ വീണാസ് കറി വേൾഡിന്റെ 3rd ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് വിഷസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എനിക്ക് ഇൻഡിവിജ്വലായിട്ട് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല, ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും തുടർന്നും അതുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ദീപാവലി സ്പെഷ്യലായിട്ട് ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് ബ്രെഡ് വെച്ചിട്ട് രസ്മലായി. ഇപ്പൊ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയാ, നോർത്ത് ഇന്ത്യൻ ചാനലിൽ ഓൾമോസ്റ്റ് എല്ലാ ചാനലിലും ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ്. പുതുമയൊന്നുമില്ല. നിങ്ങൾ ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ടുള്ള റെസിപ്പി ആയിരിക്കാം അല്ലേ? പക്ഷെ ഉണ്ടാക്കി നോക്കാത്തവർ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, അതേസമയം നല്ല ഈസിയുമാണ്. ഈ ദീപാവലിക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിനു മുൻപ് ഞാൻ ഇട്ടുണ്ടായിരുന്ന പേട, അതുപോലെ തന്നെ മൈസൂർ പാക്ക് എല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും പേരിൽ ഞാനൊരു അടിപൊളി ദീപാവലി ആശംസിക്കുന്നു. എല്ലാവരും കുടുംബത്തിനോടൊപ്പം എൻജോയ് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ഈസി പീസി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള രസ്മലായി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രെഡ് വെച്ചിട്ടുള്ള രസ്മലായി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ പാല് കുറുക്കിയെടുക്കണം. അപ്പോൾ ആ പാല് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ, ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല 240 ml ഗ്ലാസ്സിൽ, 240 ml ആയാലും 250 ml ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പാല് ഞാൻ എനിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സോസ് പാനിലോട്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. 2 ഗ്ലാസ് പാല് ഞാൻ എനിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ പാല്, ചൂട് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിലോട്ട് കുങ്കുമപ്പൂ, അതായത് സാഫ്രോൺ, ഒരു 3-4 സാഫ്രോൺ എടുത്തിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുങ്കുമപ്പൂവാണ് സാധാരണ രീതിയിൽ നമ്മൾ രസ്മലായി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറ്. കാരണം ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു അട്രാക്റ്റിംഗ് ആയിട്ടുള്ളൊരു യെല്ലോ കളർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് സാഫ്രോൺ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സാഫ്രോൺ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് യെല്ലോ കളർ ഉപയോഗിച്ചാൽ മതി. അതേസമയം മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് ഡിഫറൻസ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരിക്കൽ പോലും മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഒന്നില്ലെങ്കിൽ കുങ്കുമപ്പൂവ്, അതല്ലെങ്കിൽ യെല്ലോ കളർ, അതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതവിടെ ഇരുന്നോട്ടെ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ അങ്ങ് നന്നായിട്ട് അങ്ങ് മഞ്ഞ കളർ വരാൻ തുടങ്ങും. അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. എല്ലാവരും കയ്യിലിപ്പോൾ ചിലപ്പോൾ കുങ്കുമപ്പൂ ഉണ്ടായെന്ന് വരില്ല. ഞാൻ ഇതിലേക്ക് ഇനി എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ നമ്മൾ രസ്മലായി ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാറില്ല, പക്ഷെ ഞാൻ ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിന് പകരമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുക്കിംഗ് ടൈം കുറച്ച് കുറയും. അതിന് വേണ്ടിയിട്ടാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. പിന്നെ ടേസ്റ്റും കുറച്ച് കൂടും. കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താ, പഞ്ചസാരയും പാലും കൂടി കുറുക്കിയെടുക്കുന്നതാണ് കണ്ടൻസ്ഡ് മിൽക്ക്. കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാലും കണ്ടൻസ്ഡ് മിൽക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം നന്നായി അങ്ങ് തിളപ്പിച്ചെടുക്കുക ഈ പാല്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബദാം, അതുപോലെ തന്നെ പിസ്ത, അണ്ടിപ്പരിപ്പ് എല്ലാം വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിസ്ത ഞാൻ കുറച്ച് പൊടിച്ചും വെച്ചിട്ടുണ്ട്. ഒരു 3/4 ഭാഗം റെഡിയായി വരുമ്പോൾ ഇതിലേക്ക് ഈ നട്ട്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പിസ്ത ഇല്ലാന്നുണ്ടെങ്കിൽ ബദാമും അണ്ടിപ്പരിപ്പും മാത്രം മതി. ഏതെങ്കിലും ഒന്ന് മാത്രം ഉള്ളെങ്കിൽ അത് മാത്രം ഇട്ടാൽ മതി. 3 ഉണ്ടെങ്കിൽ 3 ഇടുക. മനസ്സിലായില്ലേ? നമ്മുടെ വീട്ടിലുള്ള അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ എൻ്റെ അടുത്ത് 3 നട്ട്സ് ഉള്ള കാരണം ഞാൻ 3 നട്ട്സും കുറച്ചായിട്ട് ലൈറ്റായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, നെയ്യൊന്നും ചേർത്തില്ല, വെറുതെ ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്ന നട്ട്സാണ്. ആ ഒരു ചുവന്ന് മാറ്റണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഓവനിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി, അതിനുശേഷം കത്തി വെച്ചിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം വളരെ നൈസായിട്ട് അങ്ങ് മുറിച്ചെടുത്തു. അങ്ങനെയാണ് ഇത് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളക്കട്ടെ. നന്നായി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കുറുക്കിയെടുക്കണം. സാധാരണ രീതിയിൽ രസ്മലായി ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിതിന് മുൻപ് പനീറിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പനീർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കേണ്ടത്. അതായത് ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ച് ആ പാല് പിരിഞ്ഞ് വരുന്നതിനെ ഒരു തുണിയിലെടുത്ത് അതിൽ ഐസ് വാട്ടർ ഒഴിച്ച് എല്ലാം നന്നായി വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് വെള്ളം സ്ക്യൂസ് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്ക് മാവ് പോലെ കിട്ടും.
അതൊന്ന് പരത്തിയെടുത്തിട്ട് ഉണ്ടകളൊക്കെ ആക്കുന്നതാണ് സാധാരണ രീതിയിൽ രസ്മലായി. പക്ഷേ ഇപ്പോൾ ഞാനൊരു ഈസി വേയിൽ ചെയ്യണമെന്ന് മാത്രം ബ്രെഡ് വെച്ച് ചെയ്യുന്നതാണ്. ഇനി എപ്പോഴെങ്കിലും ഞാൻ ഒരു ദിവസം റിയൽ ആയിട്ടുള്ള രസ്മലായിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ ഇപ്പോൾ ദീപാവലിയുടെ തിരക്കിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എനിക്കിടാൻ സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഇടാതിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതും കാണിക്കാം കേട്ടോ ഒരു ദിവസം. പാല് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലോട്ടൊരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്ക ജസ്റ്റ് ഒന്ന് തൊലി പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഞാനിങ്ങനെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് അങ്ങ് റിമൂവ് ചെയ്ത് കളയും. അതേസമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഏലക്ക ഇടേണ്ട, ഏലക്കയുടെ പൗഡർ ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ വെച്ചാൽ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കയുടെ പൗഡർ ഇട്ട് കൊടുക്കണം. ഏലക്കയുടെ പുറത്തൊക്കെ ചിലപ്പോൾ വല്ല പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി വാഷ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഏലക്കയാണത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തിളച്ച് പോകുമെന്നുള്ള പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ പാത്രം ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കില്ല പാല്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചു തീ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ താഴെ അങ്ങ് പിടിക്കും. പിന്നെ സൈഡിൽ നിന്നൊക്കെ എപ്പോഴും ഇങ്ങനെ വടിച്ച് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഇതിലേക്ക് നമ്മുടെ കുങ്കുമപ്പൂ കലക്കിയിട്ടുള്ള പാൽ ഒഴിക്കാൻ പോവാണ്. ഇനി അതിൽ കിടന്നിട്ട് നന്നായിട്ട് അങ്ങ് കുക്കായി വറ്റിക്കോട്ടെ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ ഈ സമയത്ത് കളർ ചേർത്ത് കൊടുത്താൽ മതി. 1-2 ഡ്രോപ്പ് യെല്ലോ കളർ, അല്ലെങ്കിൽ ഡ്രോപ്പ് അല്ലാന്നുണ്ടെങ്കിൽ പൊടിയാണെങ്കിലും ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനി ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങ് വറ്റിച്ചെടുക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ടോളൂ. അതിനുശേഷം പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പാല് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞ് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോഴേക്കിനും പാലിൻ്റെ തിക്നെസ് കുറച്ചും കൂടെ കൂടും. ഓവർ അങ്ങ് തിക്കാവാൻ പാടില്ല. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, മധുരം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എനിക്ക് കറക്റ്റാണ് കേട്ടോ. ഞാനിതിൽ അല്പം ഉപ്പിടട്ടെ. ഉപ്പിടാൻ മറന്നിട്ടുണ്ട്, ഉപ്പിൻ്റെ കുറവുണ്ട് ഇതിന്. ഒരു നുള്ളു മാത്രം ആ മധുരം ക്രമീകരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഉപ്പിടുന്നത്. വളരെ കുറച്ച് മാത്രം ഉപ്പിടാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ചും കൂടെ വറ്റിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ മധുരം കൂടും. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മധുരം അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലോട്ട് അവസാനമായിട്ട് ഇതിൽ നിന്ന് കുറച്ച് നട്ട്സ് മാത്രം ബാക്കി വെച്ചിട്ട്, അതായത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ബാക്കി വെക്കുക. പിന്നെ ബാക്കിയുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് അധികം ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫ്ലേവർ ആയിരിക്കും. കുറച്ച് മാത്രം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്ത് വയ്ക്കാം. ഓക്കെ, ഞാനെടുത്തിരിക്കുന്ന ഒരു 5 ബദാം, ഒരു 10 പിസ്ത, ഒരു 4-5 അണ്ടിപ്പരിപ്പാണ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 3/4 ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കട്ടി തേങ്ങാപ്പാലിൻ്റെ തിക്നെസ് ആയിട്ടുണ്ട്. പിന്നെ തണുക്കുമ്പോൾ ഇതിൻ്റെ തിക്നെസ് കുറച്ചും കൂടെ അങ്ങ് കൂടും. കാരണം ഓവറായിട്ട് അങ്ങ് തിക്കായി കഴിഞ്ഞ് ശരിയാവില്ല. കാരണം നമ്മൾ ബ്രെഡ് ഇടുമ്പോൾ അബ്സോർബ് ചെയ്യില്ല ഇതിൻ്റെ ഈ ലിക്വിഡ്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാണ്. ഇപ്പോൾ എനിക്ക് 25 മിനിറ്റാണ് എടുത്തിരിക്കുന്നത് മൊത്തത്തിൽ ഇത് പ്രോസസ്സ് ചെയ്യാൻ. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. 1 മണിക്കൂറെങ്കിലും മിനിമം ഇത് തണുപ്പിക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ബ്രെഡ് ഇട്ടതിന് ശേഷം അങ്ങ് സെർവ് ചെയ്യാം. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ബ്രെഡ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നേരത്തെ തന്നെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. സാധാരണ രസ്മലായി പോലെ അല്ലല്ലോ, ബ്രെഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കുതിരുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുക്കുക. ഞാനിതിലത്തെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന 3 ഏലക്കായ ഒന്ന് റിമൂവ് ചെയ്യാണ്. കാരണം അത് ഫ്ലേവർ ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ ഇത് വേണ്ട, റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇത് തണുക്കാൻ അനുവദിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാലെടുത്തിട്ട് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് പീസസ് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള സൈസ് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കട്ടോരിയുടെ ബാക്ക് സൈഡ് കൊണ്ടാണ് മുറിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഏത് ടൈപ്പ് ബ്രെഡ് ഉപയോഗിക്കാം. ഇപ്പോൾ ബ്രൗൺ ബ്രെഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ലോങ് ലാസ്റ്റിംഗ് ബ്രെഡ് ആണെങ്കിലും സാധാരണ മിൽക്ക് ബ്രെഡ് ആണെങ്കിലും ഏത് ബ്രെഡ് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ അങ്ങ് മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇത് ഈ സ്ലൈസ് ബ്രെഡ് കളയില്ല കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് വെക്കും. അപ്പോൾ ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലാണ്ട് ഇതൊന്നും വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ സ്ലൈസ് ബ്രെഡ് ആണെങ്കിൽ നമുക്ക് ഒരു സ്ലൈസിൽ നിന്ന് 2 നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനേക്കാളും ചെറിയ ഒരു കട്ടോരി ഉണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്താലും മതിയാവും. നിങ്ങളുടെ അടുത്ത് കുക്കി കട്ടർ ആണെങ്കിൽ കുക്കി കട്ടർ എടുക്കുക കേട്ടോ. തൽക്കാലം ഞാൻ 4 മാത്രം മുറിച്ചെടുക്കുന്നുള്ളൂ. പിന്നെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് മുറിച്ചെടുക്കാമല്ലോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാല് നന്നായിട്ട് തണുത്തതിന് ശേഷം അതിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പാല് കുറുക്കിയത് നന്നായി തണുത്തിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൺസിസ്റ്റൻസി കണ്ട ഈ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. നല്ല തിക്കാണ്, അതേസമയം ഒരുപാട് അങ്ങ് തിക്കുമല്ല. അപ്പോൾ നിങ്ങൾ ഈ പാല് കുറുക്കിയത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതിന് ശേഷം നോക്കുമ്പോൾ കൂടുതൽ തിക്നെസ് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച്
പാൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അതുകൊണ്ട് പാൽ കുറുകിയെന്ന് പറഞ്ഞ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അതേസമയം ഷുഗർ ലെവലൊക്കെ കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. അതെന്താണ് താല്പര്യം അതനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്ലേറ്റ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഇപ്പോൾ ഒരു രസ്മലായി ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് പ്ലേറ്റ് എടുത്തിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വലിയ പ്ലേറ്റിൽ അങ്ങ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസ് അങ്ങ് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു പ്ലേറ്റിൽ ഞാൻ 4 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇതിൻ്റെ പാലങ്ങ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതങ്ങ് സോക്കായിക്കോളും. ചൂട് പാൽ ഒരിക്കലും ഒഴിക്കാൻ പാടില്ല, കാരണം അതങ്ങ് ആകെ അങ്ങ് കുതിർന്നു പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുതിരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞി പാത്രം എടുക്കുക, അതിലോട്ട് ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുക, ആ പാത്രത്തിലോട്ട് കുറച്ച് ഇതിൻ്റെ നമ്മുടെ പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള സംഭവം ഈസി പീസിയാണ്, അതേസമയം അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് രസ്മലായി ഇഷ്ടമാണ്, പക്ഷേ ആ പ്രോസസ്സിൻ്റെ കാര്യം ഓർക്കുമ്പോൾ പലരും ട്രൈ ചെയ്യാറില്ല. അതേസമയം ഇതുപോലെ ബ്രെഡിൻ്റെ പീസ് വെച്ച് ചെയ്യുമ്പോൾ ഈസിയാണ്. ആ ഏകദേശം ഒരു 95% ആ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് മുകളിൽ കൂടെ നമുക്ക് കുറച്ചും കൂടെ നട്ട്സ് ഒന്ന് വെതറിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ, നിങ്ങൾക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സെർവ് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് മാത്രം അതിലേക്ക് ഇടാൻ പാടുള്ളൂ, നേരത്തെ തന്നെ ഇട്ട് വയ്ക്കാൻ പാടില്ല. കുറച്ച് മിൽക്കും അതുപോലെ തന്നെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കുറച്ച് നിങ്ങൾക്ക് എത്ര പാൽ വേണോ അതിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ. ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് കംപ്ലീറ്റ് ഈ പാൽ പോയി എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, പാലിൻ്റെ തിക്നെസ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങില്ല, അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ആരേ വാ, എനിക്ക് മധുരം കൂടുതലാണ് സത്യം പറയുകയാണെങ്കിൽ. ഈ മധുരം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് രസ്മലായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനേക്കാളും മധുരം കുറവ് ഇടുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ നന്നായെന്ന് തോന്നുന്നു. 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇടത്തുള്ളൂ. എനിവേ, അപ്പോൾ മധുരമൊക്കെ നിങ്ങൾ താല്പര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്, ഈസിയാണ്. ഈ എന്താ പറയുക, ബ്രെഡാണെന്ന് തോന്നിയില്ല. അപ്പോൾ കഴിക്കുമ്പോൾ ഒട്ടും അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഈ പാല് റെഡിയാക്കി വെക്കുക, ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് സെർവ് ചെയ്യുന്നതിനേക്കാളും ഒരു 5 മിനിറ്റ് മുമ്പ് മാത്രം ബ്രെഡിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ദീപാവലി ഞാൻ ആശംസിക്കുന്നു. ദീപാവലി സ്പെഷ്യലായിട്ട് മൈസൂർ പാകും അതുപോലെ തന്നെ രസ്മലായും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Karel are or Mori Chodi.